ആദ്യമായിട്ട് നമ്മുടെ മാർക്കറ്റ് വാല്യൂ നമ്മൾ അറിയണം. നമ്മളെ സാലറി ഒരു ഗസ് വർക്ക് അല്ല. നമ്മളെ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഗ്ലാസ് ഡോർ, ആംബിഷൻ ബോക്സ്, ലിങ്ക്ഡിൻ എന്നുള്ള സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാലറി റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. ഓൾവേസ് വാക്ക് ഇൻ വിത്ത് എ സാലറി റേഞ്ച്, നോട്ട് എ റാൻഡം നമ്പർ. അണ്ടർസ്റ്റാൻഡ് സി ടി സി ബ്രേക്ക് ഡൗൺ. ഇന്ത്യയിലെ CTC കുറച്ച് കൺഫ്യൂസിങ് ആണ്. കുറേ സ്ഥലത്ത് ഫിക്സഡ് പേ വേരിയബിൾ ഉണ്ടാവും, ചില സ്ഥലത്ത് പെർഫോമൻസ് ബോണസ്, അതേമാതിരി ജോയിനിങ് ബോണസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് ബ്രേക്ക് ഡൗണിൽ ഒരുപാട് ഐറ്റംസ് ഉള്ളതാണ് ഈ CTC എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ടോട്ടൽ CTC നോക്കുന്നതിന് പകരം അതിൽ എത്രയാണോ നമുക്കൊരു മന്ത്ലി വരിക എന്നുള്ള ആ ഒരു കാൽക്കുലേഷന്റെ ബേസിലായിരിക്കണം പോകേണ്ടത്. നമുക്കൊരു കോമ്പീറ്റിംഗ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ വേറൊരു കമ്പനി ഒരു ഓഫർ ചെയ്യുന്നുണ്ട്, ഒരു 12 lakhs per annum. അപ്പോൾ അങ്ങനത്തെ ഒരു ഓഫർ, ഓൾറെഡി ഒരു കൗണ്ടർ ഓഫർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ നെഗോഷിയേഷന് കൂടുതൽ ചാൻസസ് തരുന്നതായിരിക്കും. നെഗോഷിയേറ്റ് ബിയോണ്ട് സാലറി. ചില സമയം HR പറയും ഇതാണ് ഞങ്ങൾക്ക് മാക്സിമം തരാൻ കഴിയുന്ന ബഡ്ജറ്റ് എന്ന് പറയും. അപ്പോഴും നെഗോഷിയേഷൻ അവിടെ സ്റ്റോപ്പ് ആയിട്ടില്ല. അവർക്ക് ചില കമ്പനികൾക്ക് ബഡ്ജറ്റ് കുറവായിരിക്കും, പക്ഷെ അവർക്ക് കൂടുതലായിട്ട് ഫ്ലെക്സിബിൾ പെർക്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ജോയിനിങ് ബോണസ്. ഇപ്പോൾ ജോയിനിങ് ബോണസ് ചില കമ്പനികൾ 25K to 50K ഇന്ത്യൻ IT കമ്പനികൾ ഓഫർ ചെയ്യാറുണ്ട്. എനിക്ക് ഒരു പ്രാവശ്യം 25,000 ജോയിനിങ് ബോണസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം നമ്മളത് ആവശ്യപ്പെട്ടാൽ മാത്രമേ അത് തരികയുള്ളൂ. അതോടുകൂടെ നമുക്ക് സർട്ടിഫിക്കേഷൻ, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്, പിന്നെ വർക്ക് ഫ്രം ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം കമ്പനികൾ പ്രൊവൈഡ് ചെയ്യും. സർട്ടിഫിക്കേഷൻ്റെ റീഇംബേഴ്സ്മെന്റ്, ഇതൊക്കെ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ നെഗോഷിയേഷൻ സമയം. പിന്നെ നോട്ടീസ് പീരീഡിന്റെ ബേസിൽ നെഗോഷിയേറ്റ് ചെയ്യാം. ചില കമ്പനികൾ, ഇന്ത്യൻ IT കമ്പനികളിൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് 60, ചില കമ്പനി 60 days ആണ്, ചില കമ്പനികൾ 90 days ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ഇമ്മീഡിയറ്റ് ജോയിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചാൻസസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ നോട്ടീസ് പീരീഡിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും ഇത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത്ര നോട്ടീസ് പീരീഡിലാണ് ഞാൻ ഉള്ളത്, ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ജോയിനിങ് ആണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ സാലറി വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ആ ഒരു സാലറിയിൽ കൂടുതൽ ഒരു റിഫ്ലക്ഷൻ കാണാൻ കഴിയും. പിന്നീട് നെഗോഷിയേഷൻ ടൈം നിങ്ങൾ എടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു HR റൗണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ അവർ അപ്പോൾ തന്നെ ഒരു കൺഫർമേഷൻ പറയാൻ ആവശ്യപ്പെടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ 10 lakhs ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു 8 lakhs വെച്ചിട്ട് നിങ്ങളെ നെഗോഷിയേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാനും പറയും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക, എനിക്ക് കുറച്ചുകൂടി ടൈം വേണം, എനിക്ക് തിങ്ക് ചെയ്യണം. അങ്ങനെ ആ ടൈം ചോദിച്ച് ഒരു 1 day വെയിറ്റ് ചെയ്യുക. 1 day വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ അവരെ റീച്ച് ഔട്ട് ചെയ്യുക. എന്നിട്ട് പറയാം ഞാൻ ഇന്ന കാരണത്താൽ ഈ ഓഫറിന് അക്സെപ്റ്റഡ് അല്ല, ഇതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഒന്നും കൂടി ഒരു നെഗോഷിയേഷന് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം അത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ടൈം എടുത്ത് ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഇയാളടുത്ത് ഓൾറെഡി വേറെ എന്തോ ഒരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത്രയ്ക്ക് വാല്യുബിൾ ആയിട്ട് HR-നും കമ്പനിക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു ജോബിലേക്ക് കൂടുതൽ ബെറ്റർ സാലറിയിൽ വരാൻ കഴിയും. പിന്നെ ലാസ്റ്റ് ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഇതിനേക്ക് അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ജോബ് ഹോപ്പർ അല്ല, നമ്മളൊരു ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന, എല്ലാ ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരു കോൺഫിഡൻറ്റിലൂടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ആണ് കാര്യങ്ങൾ നടക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഓഫർ ലെറ്റർ തരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്പർ പറയുമ്പോൾ, ബഡ്ജറ്റ് കുറവാണെന്നൊക്കെ പറയുമ്പോൾ പലതരത്തിൽ നമ്മൾ അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിലൊന്നും നമ്മൾ തളരാതെ നമ്മുടെ നമ്പർ അതിൽ ഉറച്ചു നിൽക്കുക, പരമാവധി നേടിയെടുക്കുക. ഹാപ്പി ജോബ് ഹണ്ടിങ്. താങ്ക് യു.